ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്. അപ്പോൾ അവർ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുമ്പോഴാണ് നമ്മളൊരു സിനിമയ്ക്ക് പോകാൻ എന്ന് വിചാരിച്ചത്. പെട്ടെന്നൊക്കെ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ പ്രതിച്ഛായ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഫൺ സിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ ടൗണിലുള്ളൊരു രാംദാസ് മൂവീസ് അവിടെയാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് വേണം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ. 6 മണിക്കുള്ള ഷോ ആണ് ഗൈസ്. ഇപ്പോൾ സമയം 5:50. പതിവ് പോലെ ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല. തിരക്ക് പിടിച്ചുള്ള യാത്രയാണ്. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. സോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് രാംദാസ്. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഒരു 10 മിനിറ്റ് ലേറ്റാണ്. മഹേഷേട്ടൻ അവിടെ പാർക്ക് ചെയ്യാൻ പോയിരിക്കുന്നുണ്ട്. ഈ സിനിമയാണ്. കുഞ്ഞാ അങ്ങോട്ട് പോകാം, നിങ്ങൾ വാ. എന്താ നിവിൻ പോളിനെ ഭയങ്കരമായിട്ട് ഇത് ഇതാക്കിയിട്ടുണ്ടല്ലോ. മൈറ്റ് ബി ഫാൻസ് അസോസിയേഷൻ ചെയ്ത പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ. ഭയങ്കരമാണ് ഗൈസ്. എന്തായാലും നമ്മൾ സിനിമ കണ്ടിട്ട് വരാം. ഇതാണ് തിയേറ്റർ കണ്ടോ. ഫുള്ള് കണ്ടോ, നിവിൻ പോളി ഫാൻസ് അസോസിയേഷൻ ചെയ്തതാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റി. സോ മേടിക്കുള്ളിലാണ് ഗൈസ്. സമയം ഒരു 12 മിനിറ്റ്സ്. ശ്വാസകോശമൊക്കെ നടക്കുമായിരിക്കും, കുഴപ്പമില്ല. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിലെത്തിയിട്ട് ഇപ്പോൾ 1 ഇയറായി ഗൈസ്. അതും കൂടെയാണ് നമ്മൾ ഈ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. 1 ഇയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടൂ. വേണ്ട, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. വേണ്ട 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 വേണ്ട, ഇത് മതി. ഇത് മതി, ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇൻട്രോലാണ് ഗൈസ്. ഏത് പാതിരാത്രിയാണെങ്കിലും എൻ്റെ ഫോൺ ഷെയർ ചെയ്യാൻ വന്നിട്ട് ഒരു സമ്മതിക്കില്ല. ആൻഡ് മൂവീസ് ഇൻട്രോവൽ വരെ സൂപ്പറാണ് ഗൈസ്. ഇപ്പോൾ ഇലക്ഷൻ ടൈമിങ്ങാണ്. എല്ലാവരും നല്ല ചൂട് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മൂവിയാണ് ഗൈസ്. നമ്മൾ സിനിമയൊക്കെ കണ്ട് നല്ല കിഡു സിനിമയാണ്. ഒട്ടും ബോറടിക്കത്തില്ല. വളരെ അടിപൊളി സിനിമ. അതും ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ടൈമിലൊക്കെ പറ്റിയ സിനിമയാണ് നമ്മുടെ നിവിൻ പോളിയുടെ. അപ്പോൾ ഗൈസ്, വീണ്ടും അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സിസിലേഴ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ ദിസ് സെക്കൻഡ് ടൈം വി ആർ കമ്മിങ് ഹിയർ. അപ്പം ഇവിടുത്തെ ഫുഡ് വളരെ യമ്മിയാണ്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ചിക്കനാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത് ഗൈസ്. അത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ചോ കുഞ്ഞാ. ട്രിപ്പിൾ റൈസ്. നെക്സ്റ്റ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഗൈസ് ഇവനെയല്ല, ഈ മിക്സ്ഡ് ന്യൂഡിൽസാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ചിക്കനുണ്ട്, ബീഫുണ്ട്, എഗ്ഗുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ന്യൂഡിൽസാണ് വാങ്ങിച്ചത്. അപ്പോൾ ലെറ്റ്സ് ഹാവ് ദിസ്. അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ട്രിപ്പിൾ റൈസാണ് ഗൈസ്. അത് നമ്മുടെ ഓംലെറ്റും ഇതാ ഈ റൈസ് ഉണ്ട്. പിന്നെന്താ പല വെറൈറ്റീസ് ആയിട്ടുള്ളതാണ്. ഇനി നമ്മളത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ട്രിപ്പിൾ റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യും റൈസ്. അപ്പോൾ ഞാൻ അവരങ്ങനെ വീട്ടിൽ വെച്ച് നമ്മൾ എന്നിട്ട് അവർ മിക്സിങ് ആണ് ഗൈസ്. ഓരോ എനിക്ക് തന്നെ തന്നതാണ്. സോ അങ്ങനെ അവർ മിക്സ് ചെയ്ത് നമുക്ക് തന്നു ഗൈസ്. ഇതാണ് ട്രിപ്പിൾ റൈസ്. എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു സംഭവമാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യമ്മിയാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്.